നമസ്തേ, മൈസെൽഫ് ഡോക്ടർ അരുൺ കെ ശ്രീധർ. സയൻറ്റിഫിക് ഫാക്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അമേരിക്കയിലെ അപ്രത്യക്ഷമാകുന്ന ദ്വീപിനെക്കുറിച്ചാണ്. 100 വർഷത്തിലേറെയായി തദ്ദേശീയരായ ഗുണാജനത ഒരു ചെറിയ കരീബിയൻ ദ്വീപിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർ അമേരിക്കയിലെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന അഭയാർത്ഥികളാകാൻ പോവുകയാണ്. അമേരിക്കയിലെ അപ്രത്യക്ഷമാകുന്ന ദ്വീപാണ് ഗാർഡിസഗ്ഡബ്. പനാമയിലെ ഗുണായാല പ്രവിൻസിയയിലെ സാൻ ബ്ലാസ് ദ്വീപസമൂഹത്തിലെ ഒരു ചെറിയ ദ്വീപാണ് ഗാർഡിസഗ്ഡബ്. തദ്ദേശീയരായ ഏകദേശം 1300 ഗുണാജ അംഗങ്ങൾ ഈ ദ്വീപിൽ താമസിക്കുന്നു. ഇപ്പോൾ അവർ പനാമയിലെ മെയിൻലാൻഡ് പ്രദേശത്തേക്ക് മാറാനുള്ള പ്രക്രിയയിലാണ്. കാരണം സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ഗാർഡിസഗ്ഡബ് ദ്വീപ് ഉടൻ തന്നെ കടലിനടിയിൽ അപ്രത്യക്ഷമാകും. പനാമ സിറ്റിയിൽ നിന്ന് 110 കിലോമീറ്റർ വടക്ക് ദിശയിൽ കരമാർഗം സഞ്ചരിച്ച് തീരദേശ പ്രദേശമായ കാർട്ടിയിലേക്ക് എത്താം. അല്ലെങ്കിൽ വിമാനമാർഗം കാർട്ടി വിമാനത്താവളത്തിലേക്ക് എത്താം. അവിടെ നിന്ന് ദ്വീപിലെത്താനുള്ള ഏക വഴി പ്രാദേശിക ഗുണാംഗങ്ങൾ നടത്തുന്ന ബോട്ട് ടാക്സി വഴിയാണ്. 1990 മുതൽ ഈ ദ്വീപിലെ താമസക്കാർ അവരുടെ തകരമേഞ്ഞതും ഓടുമേഞ്ഞതുമായ വീടുകളിൽ അടിക്കടി വെള്ളപ്പൊക്കമുണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മഴക്കാലത്ത് ഗാർഡിസഗ്ഡബ് ദ്വീപിന് ചുറ്റുമുള്ള പ്രദേശത്തെ സമുദ്രനിരപ്പ് പ്രതിവർഷം 3.4 മില്ലിമീറ്റർ എന്ന കണക്കിൽ വർദ്ധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഗാർഡിസഗ്ഡബ് ദ്വീപ് സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മുതൽ 1 മീറ്റർ വരെ മാത്രം ഉയരത്തിലായതിനാൽ ഏകദേശം 2100 ഈ ദ്വീപ് പൂർണ്ണമായും കടലിനടിയിൽ അപ്രത്യക്ഷമാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. എന്നാൽ 2017 ഫണ്ടിന്റെ കുറവ് കാരണം ഈ നീക്കം നിർത്തിവെച്ചു. 2024 ജൂണിൽ ഏകദേശം 300 ഗുണ കുടുംബങ്ങളെ പനാമയിലെ മെയിൻലാൻഡ് പ്രദേശമായ ന്യൂവോ കാർട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചതോടുകൂടി പുനരധിവാസ പ്രക്രിയ പുനരാരംഭിച്ചു. എന്നാൽ പുതിയ വാസസ്ഥലം വനഭൂമിയാണ്. ഇത് സമുദ്ര പരിസ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത്രയും കാലം സമുദ്രവുമായി അടുത്തിടപഴകി ജീവിച്ച ഗുണാംഗങ്ങൾക്ക് ഈ പുനരധിവാസ പ്രക്രിയ മൂലം അവരുടെ ജീവിതശൈലിയിലും 200 വർഷം പഴക്കമുള്ള അവരുടെ സംസ്കാരത്തിലുമൊക്കെ മാറ്റം വരുത്തിയേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.